ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൂരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ഫോൺ നഷ്ടപ്പെട്ടത് മൂലം രേവതിക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലേ. ആദ്യമേ തന്നെ ഈ ഒരു വീഡിയോ വൈറലാകുന്ന സമയത്ത് ശ്രുതി അറിയുന്ന നിമിഷം തന്നെ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കാരണം ശ്രുതിയുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, നവീനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൻ്റണി ആവശ്യപ്പെട്ട വീഡിയോ താൻ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു വീഡിയോ പുറത്താകുന്നത് വഴി സച്ചി രേവതി എന്നേക്കുമായിട്ട് ചന്ദ്ര വീട്ടിൽ നിന്ന് പടിയിറക്കി വിടാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ ശ്രുതി സന്തോഷിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ ഏകദേശം മുന്നോട്ട് പോകുന്നുണ്ട്. ശ്രുതി ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വീഡിയോ വൈറലാകുന്നുണ്ട്. ചന്ദ്രയാണെങ്കിലോ രേവതിയുടെ വീട്ടിൽ ചെന്ന് ഒച്ചപ്പാടുണ്ടാക്കിയതിനു ശേഷം തിരികെ എൻ്റെ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തരുതെന്നൊക്കെ രേവതിയായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സച്ചി ഓട്ടോ കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്ത് ഈ ഒരു വിവരം അറിയുമ്പോഴത്തേക്ക് സച്ചിക്ക് ഭയങ്കര ഷോക്കാവുകയാണ് കേട്ടോ. താൻ ഇത്രയും നാളും ഒളിപ്പിച്ച് വെച്ചിരുന്ന രഹസ്യം എന്താണോ അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി വൈറലായിരിക്കുന്നതും നാട്ടുകാർ മുഴുവനും കണ്ടിരിക്കുന്നതും. അതിനുശേഷം സച്ചി രേവതിയെ വിളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, അവളെയും വിളിച്ചുകൊണ്ട് ഈ ഒരു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ അവളെ കയറ്റുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തിനു കയറ്റാതിരിക്കണം, അതിന് തെറ്റ് ചെയ്ത് രേവതിയല്ല, രേവതിയുടെ അനിയനല്ലേ, അവൻ ചെയ്ത തെറ്റിന് രേവതിയെ ശിക്ഷിക്കേണ്ട കാര്യം എന്തിനാണ്, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരുമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി വാശിയോടി തന്നെ പോകുന്നുണ്ട്. അതേ വാശിയിൽ തന്നെ താൻ രേവതിയെ വീട്ടിൽ കേട്ടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോട് നിൽക്കുകയാണ് ചന്ദ്ര. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടും താനൊന്നും പറഞ്ഞിട്ടില്ല രാമനാരായണൻ എന്നുള്ള ശ്രുതിയുടെ നിൽപ്പ് അതിലേറെ രസകരമാണല്ലേ. എന്നാൽ ശ്രുതിയാണ് ഇതെല്ലാം ചെയ്തതെന്നും അതും ആന്റണിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണെന്നുള്ള എല്ലാ കാര്യങ്ങളും പിന്നീട് എല്ലാവരും അറിയുന്നുണ്ട്. എന്നാൽ അതിലുപരി തന്നെ നമ്മുടെ സച്ചിയുടെ കാണാതെ പോയ ഫോൺ അത് തിരികെ കിട്ടുന്നുണ്ട് കേട്ടോ. അതിലുപരി സച്ചിയുടെ കാണാതെ പോയിരിക്കുന്ന ഫോൺ മീരയുടെ കൈകളിലാണ് എന്നുള്ള വിവരം രണ്ട് വ്യക്തികൾ അറിയുന്നുണ്ട് കേട്ടോ. അവരാരൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി സച്ചിയുടെ ഫോൺ കളയാനായിട്ട് ഏൽപ്പിക്കുന്നത് മീരയുടെ കൈകളിലേക്കാണല്ലോ. ഈ ഒരു ഫോൺ മീര കളയാത്തത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് കാണണേ. അങ്ങനെ മീര ഈ ഒരു ഫോൺ കൊണ്ടേ കളയണമെന്നുള്ള വാശിയോടി തന്നെ പോകുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുകയാണ്. അങ്ങനെ മീര ചെരുപ്പ് തുന്നാനായിട്ട് ചെല്ലുന്നത് നമ്മുടെ സച്ചിയും രേവതിയും വഴിയരികിൽ നിൽക്കുന്ന ഒരു മുത്തശ്ശനെയും മുത്തശ്ശിയും പരിചയപ്പെടുന്നുണ്ടോ. ഇവരെ ഫംഗ്ഷന് വേണ്ടി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും വഴിയിൽ വെച്ച് ഒച്ചപ്പാടുണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പൊതിച്ചോറൊക്കെ മേടിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള രണ്ട് ക്യാരക്ടർ, ചെരുപ്പ് തുന്നുന്ന രണ്ട് പേരുണ്ടല്ലോ, അവരുടെ അടുത്തേക്കാണ് മീര ചെല്ലുന്നത്. മീര ചെന്നതിന് ശേഷം ചെരുപ്പൊക്കെ തുന്നി തിരികെ പോകുന്ന സമയത്ത് ഓട്ടോ കിട്ടുകയും ഓട്ടോയിലേക്ക് കയറുന്ന സമയത്ത് പോക്കറ്റിലുള്ള ഫോൺ സച്ചിയുടെ ഫോൺ താഴെ ചാടി പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ തന്നെ മീര വണ്ടിയിൽ കയറി പോവാണ്. ഈ ഒരു സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ദേ ആ കുട്ടിയുടെ ഫോൺ ചാടിപ്പോയി എന്ന് പറയുമ്പോഴത്തേക്കും നീ ഇറങ്ങി എടുത്തുകൊണ്ട് അവർ തിരികെ വരുന്ന സമയത്ത് നമുക്ക് ഫോൺ കൊടുക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു മുത്തശ്ശി മീരയുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ സച്ചിയുടെ ഫോൺ എടുത്തുകൊണ്ട് ഇവരെ എടുത്തുകൊണ്ട് വെക്കുകയാണ് കേട്ടോ. എന്നാൽ മീരയാണെങ്കിൽ ഇതൊന്നും അറിയാതെ തന്നെ വണ്ടിയിൽ പോകുന്ന സമയത്താണ് ശ്രുതി വിളിച്ചിട്ട് എന്തായി സച്ചിയുടെ ഫോൺ കളഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്താണ് തൻ്റെ പോക്കറ്റിലിട്ടിരുന്ന സച്ചിയുടെ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് അറിയുന്നത്. എന്നിരുന്നാലും മീര പറയുകയാണ്, ആ ഉപടി കളഞ്ഞു, ദൂരേക്ക് തന്നെ കളഞ്ഞു, ഇനി എന്തായാലും ആ ഒരു ഫോൺ മൂലം നിനക്ക് യാതൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ സമാധാനിപ്പിച്ചെടുത്തതാണ് കേട്ടോ. എന്നിരുന്നാലും ഈ ഒരു ഫോൺ പോയത് മീരയുടെ കൈകളിൽ നിന്നാണെന്ന് അറിയുന്ന ആദ്യത്തെ രണ്ട് വ്യക്തികൾ ഈ അപ്പൂപ്പനും അമ്മൂമ്മയാണ് കേട്ടോ. പിന്നീട് ഈ ഒരു ഫോൺ സച്ചിയുടെ കൈകളിലേക്കായിട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.